ലോക സമാധാനത്തിന് ഇന്ന് ഏറ്റവും അധികം ഭീഷണിയായിരിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. ഓരോ സമയവും ഓരോ രാജ്യങ്ങളുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നത് ജീവിത മാർഗമായി കാണുന്ന രാജ്യം എന്ന് വേണമെങ്കിലും പറയാം. ഗാസയെയും ഇറാനെയും ഒക്കെ അടിച്ചു തകർക്കാൻ കഴിയുന്ന എല്ലാ വഴിയും നോക്കിയിട്ട് ഒടുക്കം സ്വയം ന്യായീകരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ. ഏറെ നാളത്തെ യുദ്ധത്തിന് ശേഷം പലസ്തീനുമായി സമാധാനം ആഗ്രഹിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള വേദിയായി അദ്ദേഹം വിശേഷിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. 2023 ഒക്ടോബർ 7 ഗാസയിൽ നിന്നുണ്ടായ ഹമാസ് ആക്രമണത്തെ പലസ്തീൻകാർക്ക് രാജ്യം ലഭിച്ചാൽ എന്തു ചെയ്യുമെന്നതിൻ്റെ തെളിവായി നെതന്യാഹു വിശേഷിപ്പിക്കുകയുണ്ടായി. ദ്വിരാഷ്ട്രം എന്നത് പരിഹാരമാണോ എന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തനിക്കറിയില്ല എന്നാണ്. ശേഷം ചോദ്യം നെതന്യാഹുവിന് കൈമാറുകയും ചെയ്തു. പലസ്തീൻകാർക്ക് സ്വയം ഭരണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം, എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരങ്ങൾ ഉണ്ടാവുകയും അരുത്. അതിനർത്ഥം സുരക്ഷ പോലുള്ള പരമാധികാരം എപ്പോഴും ഞങ്ങളുടെ കൈവശമായിരിക്കണം എന്നതാണെന്നും നെതന്യാഹു പറയുകയുണ്ടായി. ഒക്ടോബർ 7 ശേഷം പലസ്തീൻകാർക്ക് ഒരു രാജ്യം, ഗാസയിൽ ഒരു ഹമാസ് രാജ്യമുണ്ടെന്ന് ആളുകൾ പറയുകയുണ്ടായി. അവർ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. അവർ ബങ്കറുകളും തുരങ്കങ്ങളും ഉണ്ടാക്കി. അതിനുശേഷം അവർ നമ്മുടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തലയറുക്കുകയും ചെയ്തു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിനും നാസികൾക്കും ഹോളോകോസ്റ്റിനും ശേഷം നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുകയുണ്ടായി. 2023 ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഇസ്രയേലിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 50 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ്. അതിൽ തന്നെ 20 പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരിച്ചടിയായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 57,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുമുണ്ട്. മാത്രമല്ല, ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭവനരഹിതരായിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നെതന്യാഹു ട്രംപിന് പറ്റിയ കൂട്ട് തന്നെയാണ്. എല്ലാ കൊള്ളരുതായ്മയും ചെയ്തതിനു ശേഷം മറ്റുള്ളവരുടെ തലയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തി കൊടുക്കാനും കാര്യങ്ങൾ വളച്ചൊടിക്കാനും ട്രംപിനോളം വരില്ലെങ്കിലും ട്രംപിന്റെ അടുത്ത് തന്നെ നെതന്യാഹുവിന് സീറ്റ് ഉറപ്പിക്കാം. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി എണ്ണമറ്റ പലസ്തീനികളെ കൊന്നൊടുക്കിയ രാജ്യത്തിന്റെ തലവന്റെ വിലാപ നാടകം എന്ന് മാത്രമേ ഈ പ്രകടനത്തിന് കാണാനാവൂ എന്നത് മറ്റൊരു കാര്യം. അങ്ങോട്ട് കയറി മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുകയും ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു നല്ല ഭരണാധികാരികൾക്ക് ചേർന്ന തൊഴിലല്ല. ട്രംപിന്റെ തോളിൽ കൈയിട്ട് നടന്ന് സ്ഥിരമായിട്ട് പണി വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ അത് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും.